ശ്രീ രാജീവ്, ഇതിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് കേരളയുമായി ബന്ധപ്പെട്ട് കൂടിയാണ് അതിൽ വന്നിട്ടുള്ള വലിയ എന്താണ് പറയുക വാഗ്ദാനങ്ങളുണ്ട്. അതെല്ലാം ഈ മാസം മുതൽ തന്നെ പലതും നടപ്പിൽ വരാൻ പോകുന്നു. അതേ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടെ വ്യവസായ വകുപ്പ് മുന്നോട്ട് പോകുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനമായി ആ റാങ്കിങ്ങിൽ നിൽക്കുക. റാങ്കിങ് എന്നതിലാണ് പ്രശ്നം. അതിൽ ഒന്നാമത്തെ സംസ്ഥാനമായി നമ്മൾ നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ വിഴിഞ്ഞം എന്നതിൻ്റെ ഒരു വലിയ സാധ്യത, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഏതൊക്കെ തരത്തിലാണ് ഇന്നിപ്പോൾ കമ്മീഷനിങ് കഴിയുമ്പോൾ വ്യവസായ മന്ത്രി എന്ന നിലയിൽ താങ്കൾ അതിൻ്റെ സാധ്യതകൾ കാണുന്നത്? കേരളത്തിൻ്റെ വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെടുത്തി ലോജിസ്റ്റിക്സ് പാർക്കൊക്കെ വലിയ തോതിൽ വരുന്നുണ്ടല്ലോ. ആ നിലയിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് എങ്ങനെ കാണുന്നു പൊട്ടൻഷ്യൽ, പോസിബിലിറ്റി, ഫ്യൂച്ചർ? നമ്മൾ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് മുന്നോടിയായി നടത്തിയ കോൺക്ലേവുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തുറമുഖ വകുപ്പുമായി കൂടി ചേർന്ന് തിരുവനന്തപുരത്ത് നടത്തിയ വിഴിഞ്ഞം കോൺക്ലേവ് ആയിരുന്നു. വിഴിഞ്ഞത്തിന്റെ പൊട്ടൻഷ്യൽ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് അവിടെ അവതരിപ്പിക്കാൻ കഴിയും. അതിലിപ്പോ MSC ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ ഷറഫ് ഗ്രൂപ്പ് ഉൾപ്പെടെ ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനികൾ പങ്കെടുത്തു എന്ന് മാത്രമല്ല, അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് ആ കോൺക്ലേവിൽ പങ്കെടുത്തത്. അവരെല്ലാവരും വിഴിഞ്ഞത്തെ ഇന്ത്യയുടെ തന്നെ ഒരു ഗേറ്റ് വേ ആയിട്ടാണ് കാണുന്നത്. അവിടെ കണ്ടെയ്നറുകൾ വരുന്നു, അതിന്റെ ഭാഗമായിട്ട് നേരിട്ടുള്ള തൊഴിലവസരം ഉണ്ടാകുന്നു, നമ്മുടെ GST വരുമാനം വർദ്ധിക്കുന്നു. അതോടൊപ്പം അതിനേക്കാളും പ്രധാനപ്പെട്ടത് നമ്മുടെ മാനുഫാക്ചറിംഗ് മേഖലയിലേക്കും വ്യവസായ മേഖല പൊതുവെയും വലിയ തോതിലുള്ള സാധ്യത വിഴിഞ്ഞം തുറന്നത്. ആ കോൺക്ലേവിനകത്ത് വന്ന ഒരു കാര്യത്തിൽ എല്ലാവരും വ്യക്തമാക്കിയത്, ഇപ്പൊ കൊളംബോ അല്ലെങ്കിൽ മുംബൈ തുറമുഖങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനേക്കാളും ഒരു 7 മുതൽ 10 ദിവസം വരെ വിഴിഞ്ഞം തുറമുഖം ഉപയോഗിക്കുമ്പോൾ സമയത്തിൽ ലാഭമുണ്ടാകുമെന്നുള്ളതാണ്. കാരണം അന്താരാഷ്ട്ര കപ്പൽ ചാലുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്വാഭാവിക ആഴമുള്ള ഒരു തുറമുഖം എന്ന നിലയിൽ മറ്റു പലയിടങ്ങളിലും അങ്ങോട്ട് തുറമുഖത്തേക്ക് എത്തുന്നതിനും അന്താരാഷ്ട്ര കപ്പൽ ചാലിനുള്ള ദൂരമെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ഇത്രയും ദിവസം ലാഭിക്കാൻ കഴിയും. അവർ അവിടെ പറഞ്ഞൊരു കണക്ക്, ഒരു ദിവസം ലാഭിക്കുമ്പോൾ $25,000 സേവിംഗ് ഉണ്ടാകുമെന്നാണ് ഒരു കപ്പലിന്. അങ്ങനെ വരുമ്പോൾ ഒരു 10 ദിവസം കൊണ്ട് $2.5 ലക്ഷം ഉണ്ട്. ഇത് 10 ഇല്ലെങ്കിൽ പോലും 7 ദിവസമായാലും അതിനനുസരിച്ചുള്ള സേവിംഗ് വരുന്നു. ആ സേവിങ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ചരക്കുകളുടെ വിലയിൽ പ്രതിഫലിക്കും, ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഉൽപ്പന്നങ്ങളുടെ വിലയിലും പ്രതിഫലിക്കും. അപ്പോൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ട് വ്യവസായം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അതിന്റെ ഭാഗമായി രൂപം കൊള്ളും. ഇപ്പോൾ സിംഗപ്പൂർ പോലെ പലയിടങ്ങളിലും ഉള്ളതുപോലെ ഒരു ഇപ്പോൾ മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ സംവിധാനം തന്നെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്ത് വിവിധ സോണുകളുണ്ട്. കഴിഞ്ഞ ബജറ്റിനകത്ത് ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ ഇതിന്റെ ഭാഗമായി ഇടനാഴികൾ പരാമർശിക്കുകയുണ്ടായി. അപ്പൊ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നമുക്ക് അസംസ്കൃത വസ്തുക്കൾ ഇങ്ങോട്ട് കപ്പൽ വഴി എത്തിക്കാൻ കഴിയും. അത് ഈ മാനുഫാക്ചറിംഗ് സോണിൽ വിവിധ ഫാക്ടറികളിലേക്ക് എത്തിയാൽ അതിന്റെ അസംബ്ലിങ്ങും വാല്യൂ അഡീഷനും കഴിഞ്ഞാൽ അതേപോലെ തിരിച്ച് തുറമുഖത്തേക്ക് തന്നെ വരികയും തുറമുഖത്തിൽ നിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യവസായ വളർച്ചയുടെ നേരിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിന്റെ തന്നെ വളർച്ചയുടെ വലിയ സാധ്യത വരും. 2, ലോജിസ്റ്റിക്കിന്റെ വലിയ ഒരു സാധ്യത. ഇപ്പോ തന്നെ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം ലോജിസ്റ്റിക്കിന് വേണ്ടി കേരളത്തിലുടനീളം അവരുടെ പാർക്കുകൾ ആരംഭിക്കുന്നുണ്ട്. അദാനി ഗ്രൂപ്പ് തന്നെ ഈ മെയ്യിൽ മുഖ്യമന്ത്രി കല്ലിടാമെന്ന് കരുതുന്ന IKGSന്റെ പ്രധാന പദ്ധതികളിലൊന്ന് എറണാകുളത്ത് നിന്ന് വരുന്ന ലോജിസ്റ്റിക് പാർക്കാണ്. അപ്പോൾ ഇതിന്റെ സാധ്യത ഏതെങ്കിലും പ്രദേശത്ത് മാത്രമായി നിൽക്കില്ല. നമ്മുടെ ദേശീയപാതയുടെ വീതി കൂട്ടൽ പൂർത്തീകരിക്കുന്നു, ദേശീയ ജലപാത പൂർത്തീകരിക്കുന്നു. അപ്പൊ വിഴിഞ്ഞത്തേക്കുള്ള വേഗത്തിലെത്താൻ കഴിയുന്ന ഒരു കണക്ടിവിറ്റി കൂടി വരുമ്പോൾ കേരളം മൊത്തത്തിൽ ഒരു നഗരമെന്ന രൂപത്തിൽ വിഴിഞ്ഞത്തിന്റെ സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. വളരെ ചുരുക്കത്തിൽ ഒരു കാര്യം കൂടി, ഇപ്പോൾ സമയലാഭം, ഈ റൂട്ടിലേക്ക് ചരക്ക് നീക്കം വന്നാൽ സമയലാഭം, താങ്കളത് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ അത് ചെലവും കുറയ്ക്കും. ഇത് കൂടുതൽ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരുന്നതിന് ഇടവരുത്തുമെന്ന് പറയുന്നത് പോലെ തന്നെ കേരളത്തിനകത്തെ ഈ വ്യാവസായിക രംഗത്തേക്ക് ഏതൊക്കെ മേഖലകൾക്കാണ് കൂടുതൽ സഹായകരമാവുക, ഗുണകരമാവുക? അതുപോലെ തന്നെ കയറ്റുമതി ഇറക്കുമതി രംഗത്തും വലിയ മാറ്റം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥ രൂപപ്പെടുകയാണോ? അതെ, ഇതിന്റെ ഭാഗമായി തന്നെ നമ്മളിപ്പോ ലോജിസ്റ്റിക് പോളിസി ഏകദേശം പുറത്ത് തയ്യാറായി കഴിഞ്ഞു. എക്സ്പോർട്ട് പോളിസി അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പോളിസികൾ കൂടി വരുമ്പോൾ അതിന് പിൻബലത്തിൽ കൂടുതൽ സാധ്യതകൾ വരും. നമ്മളിപ്പോ 22 പ്രയോറിറ്റി സെക്ടറുകൾ കേരളത്തിന് അനുയോജ്യമായത് കണ്ടെത്തുന്ന വ്യവസായ നയമാണ് അംഗീകരിച്ചിട്ടുള്ളത്. അതിന് ഇപ്പോ തിരുവനന്തപുരത്തിന് തന്നെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽസിന്റെ, ഇലക്ട്രോണിക്സ്, ഇങ്ങനെയുള്ള മേഖലകളിലുള്ള വലിയ സാധ്യതകൾ നമുക്കുണ്ടാകും. അപ്പൊ ആ സാധ്യത പ്രധാനമായി ഫുഡ് പ്രോസസിംഗ് പ്രധാനപ്പെട്ടതാണ്. കേരളത്തിന്റെ ഇപ്പൊ ഗ്രഫീൻ ഉൾപ്പെടെയുള്ള പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള വ്യവസായങ്ങൾ
അതെല്ലാം നമ്മൾ 22 പ്രയോറിറ്റി സെക്ടറുകളുണ്ട്. ആ മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം വരും. നമുക്ക് അടിയന്തരമായിട്ട് ഇപ്പൊ ആ മേഖലയിൽ സ്ഥലം കണ്ടെത്തുന്നതിനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പദ്ധതി ഇപ്പൊ കിഫ്ബി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോ ഒരു മൊബൈൽ ആപ്പ് വ്യവസായ വകുപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ആളുകൾക്ക് ഇപ്പൊ 10 ഏക്കർ ഉണ്ടെങ്കിൽ പോലും ഒരു ഇൻഡസ്ട്രി അതിന് ചുറ്റും തുടങ്ങാനും കഴിയും. അവർക്ക് സ്ഥലം കൊടുക്കാൻ വിലയ്ക്കോ ലീസിനോ വാടകയ്ക്കോ സ്ഥലം കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഈ മൊബൈൽ ആപ്പിൽ അപ്ലോഡ് ചെയ്യാം. വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വിവരം ആപ്പിൽ നിന്ന് അവർക്ക് എടുക്കാം. അതുകൂടാതെ സ്ഥലം ആവശ്യമുള്ള കാര്യം അവർക്ക് ഈ മൊബൈൽ ആപ്പ് വഴി ആവശ്യപ്പെടാം. ഗവൺമെന്റ് ഇൻഫർമേഷനുള്ള ഒരു പ്രൊവൈഡർ മാത്രമായിട്ട് നിൽക്കും. ഇവർ തമ്മിൽ നേരിട്ട് ഭൂമി വാങ്ങിക്കുമെന്നുള്ള പരിസരം അതും ഒരു മൊബൈൽ ആപ്പ് കൂടി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്ഥലം വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ കുറെ കൂടി വ്യവസായങ്ങൾ നമുക്ക് അവിടെ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ശരി, നന്ദി ശ്രീ രാജീവ്, വ്യവസായ മന്ത്രി, ഞങ്ങളോട് സഹകരിച്ചതിന് താങ്ക് യു.